ഹായ് ഡാ, സുഖാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് മീനച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സെയിലിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മൂസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ മീനച്ചാറാണ്. നമ്മളിത് ആ മീനൊക്കെ വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീന് നല്ല വിലയാണ്. 2 കിലോ മാത്രം ഞാൻ വാങ്ങിയിട്ടുള്ളൂ. 1 കിലോ അച്ചാറാണ് എനിക്ക് കൊടുക്കാനുള്ളത്. നാളെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ നമുക്ക് മീൻ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇത് ഉപ്പ് ഞാൻ കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത് കേട്ടോ. ഇങ്ങനെ പുരട്ടി വെക്കുമ്പോഴത്തേക്ക് അച്ചാറിന് അത്യാവശ്യം ഉപ്പ് വേണമല്ലോ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ മീൻ വറക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് മീൻ നന്നായിട്ട് വറുത്ത് നല്ല ഡ്രൈ ആവുന്നത് വരെ നല്ല രീതിയിൽ ഒരു കിലുങ്ങുന്ന പരുവത്തിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുക്കാൻ പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല, ഇറങ്ങി പോകാൻ പറ്റിയില്ല. രാത്രിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ എനിക്ക് റെഡിയാക്കി തരുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവർ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചേക്കും, ഇഞ്ചിയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കും. ഞാൻ വന്നു കഴിഞ്ഞിട്ട് അച്ചാറുണ്ടാക്കും. ഞാൻ രാത്രിയിൽ 8 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പം. അതിന് ശേഷമാണ് വന്ന പാടെ അച്ചാറുണ്ടാക്കാൻ കയറിയതാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിതിലേക്ക് ഒരു നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ അത്യാവശ്യം 3-3.5 കിലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഉരുളിയിൽ. അപ്പോൾ ഞാൻ എപ്പോഴും അച്ചാറുണ്ടാക്കുന്നത് ഇതിലാണ്. 3 കിലോ ആണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ നമ്മളൊരു 200 മില്ലി 150-200 മില്ലി അടുത്ത് ഞാൻ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. ദാ ഇത്ര നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഞാനങ്ങനെ കുപ്പിയിൽ നിന്ന് അങ്ങനെ ഒഴിക്കുകയാണ്. എൻ്റെ ഒരു കണക്കിന് ഞാനങ്ങ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിങ്ങനെ 100 മില്ലി 200 അങ്ങനെ പറയാൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഒരു 200 മില്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു ഒഴിച്ചത്. പിന്നെ നമ്മളിതാ ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണും ഒരിത്തിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. അത്യാവശ്യം അച്ചാറിനൊക്കെ കടുകൊക്കെ കൂടുതലിടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മളിതാ അതിലേക്ക് ഉലുവയും കടുകും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ചില ആളുകൾ ഉണ്ടാക്കുമ്പോൾ ഇത് വെളുത്തുള്ളി ആദ്യം ഇടും, ഇഞ്ചി രണ്ടാമത്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചിലർ ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് ഇത് നല്ലപോലെ ഫ്രൈ ആക്കി കോരി മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പൊടികളിട്ട് മൂപ്പിച്ച് എല്ലാം ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇത് ചേർക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെതായ രീതിക്കാണ് പറഞ്ഞു തരുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഞാൻ അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇതിലും കൂടെ ഉപ്പ്, വെളുത്തുള്ളിയിലൊക്കെ ഇത്തിരി ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല പോലെ ഉപ്പ് കൂടുതലായിട്ടാണ് മീൻ വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കത് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മളിത് ഞാനിത് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എടുക്കാം. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുള്ള പൊടികൾ എടുക്കുന്നത് ഞാൻ ഒരു സ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അച്ചാറിന് എപ്പോഴും മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്, അച്ചാർ കേട് കൂടാതെ ഇരിക്കാനായിട്ട്. അപ്പം ഞാനൊരു 2 സ്പൂണും പിന്നെ ഒരു ഇത്തിരിയും കൂടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയുടെ ചുവ വരുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ പുറകിലൂടെ ഒരാൾ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അടുക്കളയിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടതാണേ. അപ്പോൾ ഇതാ 2 വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പൂൺ കായപ്പൊടി ഒന്നും നമ്മൾ ഒരുപാടൊന്നും മീനച്ചാറിനൊന്നും ഒരുപാട് കായപ്പൊടി ഞാൻ ചേർക്കാറില്ല. ഞാൻ ഇത്രയും 1 സ്പൂൺ ഉലുവാപ്പൊടിയും 1 സ്പൂൺ കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉലുവ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഉലുവാപ്പൊടി കുറച്ചെടുത്തത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ പൊടികളും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡാർക്ക് കളർ ആകുന്നത് വരെ ഞാനിത് മൂപ്പിക്കും, നല്ല ഫ്രൈ ആക്കും. അതായത് ഒരു ഡാർക്ക് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കും. എങ്കിലേ ഉള്ളൂ നമ്മുടെ അച്ചാറിനോ അല്ലെങ്കിൽ നമ്മുടെ കറികൾക്കും നല്ല കളറ് കിട്ടത്തുള്ളൂ, നല്ല ഡാർക്ക് കളറ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3/4 ലിറ്റർ ആണ് വിനാഗിരി ഇരിക്കുന്നത്. 1 ലിറ്ററിൻ്റെ കുപ്പിക്കകത്തുനിന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് എടുത്തതാണ്. അപ്പോൾ 3/4 ലിറ്റർ വിനാഗിരി ഞാൻ ഇതിനകത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. 3/4 കുപ്പിയാണ്, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്.
ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അപ്പോൾ ഇതാ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ ഓൾറെഡി 1 സ്പൂൺ ഉപ്പിട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല ഇതിലേക്ക്. നമ്മുടെ മീൻ അത്യാവശ്യം ഉപ്പ് പുരട്ടിയാണ് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മീനും കൂടെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് മീനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഉപ്പ് അറിയാൻ പറ്റത്തില്ല. കാരണം മിക്സ് ചെയ്ത് ഈ വിനാഗിരിയും ഇതൊക്കെ ഈ മീനിൽ പിടിച്ച് കഴിയുമ്പോഴേക്ക് കുറച്ച് അതിലേക്ക് ഉപ്പിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ മീൻകറി പോലെ ആയല്ലോ എന്നല്ലേ, ചിലരൊക്കെ വിചാരിച്ചില്ലേ ഇപ്പോൾ മീൻകറി പോലെ ആയി എന്ന്. അപ്പോൾ ഇത് ചാറ് ഇത്ര ഉണ്ടാവും, പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പം തണുത്തൊക്കെ കഴിയുമ്പോൾ ഇത് സെറ്റാവും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അത് കുറുകിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ തണുത്ത് കഴിയുമ്പം നന്നായിട്ടത് സെറ്റാവും. അപ്പം ഈ വിനാഗിരിയൊക്കെ കണ്ടോ, ഇതിപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണ്, ഇന്ന് രാവിലത്തെയാണ്. നല്ല രാത്രിയാണ് നമ്മളിത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ രാവിലെ എടുക്കുമ്പം ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല, കണ്ടോ, അത്യാവശ്യം ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരാൾക്ക് സെയിൽ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. 1 കിലോ അച്ചാറാണ് ആൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 കിലോയുടെ ബോട്ടിലിലേക്ക് നമ്മളത് നിറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഒരു കിലോയോളം ഉണ്ടാവും. 2 കിലോ ആണ് നമ്മൾ മീൻ മേടിച്ചത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് ഇനി ഒരു കിലോയും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണ്. മീനച്ചാറുണ്ട്, ലെമൺ ഡേറ്റ്സ് ഉണ്ട്, മാംഗോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം